ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുകയാണ്. സ്പീക്കർക്ക് മുന്നിലാണ് സത്യവാചകം ചൊല്ലി MLA ആയി എത്തുക. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ച് കയറിയത്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നിലമ്പൂരിൻ്റെ MLA ആയി ചുമതല ഏറ്റിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. നിലമ്പൂരിൽ ശക്തമായ മത്സരത്തിലൂടെ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിച്ച് കയറിയ ആര്യാടൻ ഷൗക്കത്ത് എന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് ഇനി മുതൽ MLA, ഇതുവരെ നിയുക്ത MLA ആയിരുന്നു. ജയിച്ചതിന് ശേഷം ഔദ്യോഗികമായി ചുമതല ഏൽക്കുന്നു. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിലാണിപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നത്. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റിരിക്കുന്നത്. തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ് മുഖ്യമന്ത്രി പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു, ഉപഹാരം സമർപ്പിക്കുന്നു, ആശീർവദിക്കുന്നു. സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പാർലമെൻ്ററി കാര്യ മന്ത്രി ഉൾപ്പെടെ ഉള്ളവരും പ്രധാനപ്പെട്ട നേതാക്കന്മാരും അങ്ങനെ വിപുലമായ ചടങ്ങോടുകൂടിയാണിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നത്. സാധാരണ നിയമസഭാ കാലയളവിലാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ അത് നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചടങ്ങ് പ്രൗഢഗംഭീരമായി പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് നേതാക്കന്മാർ, നിരവധി നേതാക്കന്മാർ, MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. അതിനുശേഷമുള്ള ഫോട്ടോ സെക്ഷൻ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് പാർലമെൻ്ററി കാര്യ മന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, അങ്ങനെ ഇനി മുതൽ MLA ഷൗക്കത്ത്. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. നിലമ്പൂരിന്റെ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു. സാധാരണ നിലയിൽ സ്പീക്കറുടെ ചേംബറിൽ നടക്കേണ്ട ഒരു ചടങ്ങാണ്. പക്ഷേ വിപുലമായി തന്നെ ആ പരിപാടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ശങ്കരനാരായണൻ തമ്പി ഹാളിലെ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ MLA ആയി അധികാരമേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 2 ടേമുകളിൽ കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാനായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. ആ നേട്ടത്തിന് പിന്നാലെ ആ നേട്ടത്തെ ചെറുതായി ഒരു പരിപാടിയായി ഒതുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെയും UDF തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് പരിപാടി മാറ്റിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ സ്പീക്കർ AN ഷംസീർ, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അടക്കം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അടക്കമുള്ളവരായിരുന്നു വേദിയിലുണ്ടായിരുന്നത്. അവർക്ക് മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് എന്ന തന്റെ പിതാവ് സ്ഥിരമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഇപ്പോൾ മകൻ എന്നുള്ള നിലയ്ക്ക് അതേ കുടുംബത്തിൽ നിന്നും വീണ്ടും ആര്യാടൻ ഷൗക്കത്ത് കൂടി എത്തുന്നത്. 2016 ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പരാജയമായിരുന്നു ഫലം. എന്തായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി അടക്കമുള്ളവരും മടങ്ങുകയാണ്. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി 10 മാസക്കാലം നിലമ്പൂരിൻ്റെ MLA ചുമതല ഏറ്റിരിക്കുന്നു. ദൈവനാമത്തിലാണ് നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. തൻ്റെ ചുമതലകൾ ജനപക്ഷത്തു നിന്ന് നിറവേറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത്.